പയ്യൊന്ന് കൈ കൊടുത്ത് ഇതെന്തോ ഭയങ്കരമായിട്ട് ഒരേ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എത്രത്തോളം കേൾക്കാൻ പറ്റണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ രാവിലെ തന്നെ നല്ല പണി കിട്ടിയ വർക്ക്ഷോപ്പിലോട്ട് പോകണേ. അപ്പൊ കൂട്ടുകാരെല്ലാവർക്കും ട്രൂ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇനി ഞാൻ രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഒരു 10 കിലോമീറ്റർ നല്ല സ്പീഡിൽ ഹൈവേയിലോട്ട് ഓടിച്ചപ്പോൾ 2 കുഴിയിൽ ചാടിയത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് ഭയങ്കര സൗണ്ടാണ്. സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്സോസ്റ്റിൽ നിന്നാണോ അല്ലെങ്കിൽ നമ്മുടെ സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്നാണോ അല്ലെങ്കിൽ നമ്മുടെ എൻജിൻ്റെ മറ്റേ ഫ്ലൈ വീല് വരുന്നുണ്ടല്ലോ, അതിൻ്റെ പൊക്കത്തൊരു കവറില്ല. ആ കവറാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ കാണിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണ വർക്ക്ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയാജിയോ ആപ്പയുടെ ഡീസൽ അല്ലെങ്കിൽ CNGയുടെ എറണാകുളത്തുള്ള തന്നെ ഏറ്റവും ബെസ്റ്റ് വർക്ക്ഷോപ്പാണ്. ഞാൻ 6 വർഷമായിട്ട് ഏകദേശം ഇവിടെ നിന്ന് തന്നെയാണ് വണ്ടി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരാണെങ്കിൽ നമ്മുടെ ഷോറൂമിൽ ഒരു 18-20 വർഷത്തോളം നിന്ന സ്റ്റാഫുകളാണ്. പിന്നെ സർവീസ് സെൻറ്റർ കൂട്ടിപ്പോയപ്പോൾ അവർ സ്വന്തമായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു സർവീസ് സെൻറ്റർ. ബെസ്റ്റ് സർവീസ് സെൻ്ററാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മൾ പോകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണലായിട്ടുള്ള മെക്കാനിക്സും പിന്നെ ഒരു 3-4 പണിക്കാരുണ്ട്. പിന്നെ ഇവിടെ വണ്ടിയുടെ പിന്നടിക്കും. അത് മാത്രമല്ല വണ്ടിയുടെ ഓൾമോസ്റ്റ് ഒരു 99% സ്പെയറും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മളവിടെ പോകണം. പിന്നെ റേറ്റും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഒക്കെ തന്നെയാണ്. പിന്നെ എംപ്ലോയീസ് ആണെങ്കിലും എംപ്ലോയീസ് മീൻസ് മെക്കാനിക്സ് ആണെങ്കിലും നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ ഞാനപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ടായിട്ടോ. ഇപ്പൊ ഞാൻ കണ്ടെയ്നർ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണത്. ഞാൻ എപ്പോഴും ചൂസാണ് ഈ കണ്ടെയ്നർ റോഡിൽ കൂടെ തന്നെ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ചേരാനെല്ലോട്ട് കുറച്ച് ദൂരം കൂടുതലാണ്, എന്നാലും റോഡ് നല്ലതാണ്, വലിയ ട്രാഫിക് ഇല്ല, നമുക്ക് സ്മൂത്തായിട്ട് ഓടിച്ചൊക്കെ പോവാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടെയ്നർ റോഡ് ചൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ പോണ വർക്ക്ഷോപ്പിൽ ഡീസൽ വണ്ടികൾ ഇപ്പൊ അതുലും ആൽഫയും കൂടെ പണിയുണ്ട്. നമ്മുടെ ആപ്പയല്ലാതെ CNG നമ്മുടെ ആപ്പ മാത്രം പണിയത്തുള്ളൂ. ബെസ്റ്റ് വർക്ക്ഷോപ്പ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഏകദേശം 16 കിലോമീറ്റർ വൺ സൈഡ് ട്രാവൽ ചെയ്തിട്ടാണ് അവിടം വരെ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചാൽ മതിയായിരുന്നു. നമുക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല പണിക്കാരാണ് അവിടെ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ശരിയാക്കി തന്നിട്ട് അവർ വിടത്തുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം വർഷങ്ങളായിട്ട്. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇപ്പൊ മീൻകാര് ഹിന്ദിക്കാര് മീൻ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കണ്ടേ സൈഡില്. കണ്ടെയ്നർ റോഡില് രാവിലെ ആയതുകൊണ്ടാണ് ഒട്ടും തിരക്കില്ലാത്തത്. കുറച്ചേരം കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിരക്കാവുന്നതായിരിക്കും. നമ്മളിപ്പോ നേരെ പോയിക്കൊണ്ടിരിക്കണേ കണ്ടെയ്നർ റോഡില് ടോൾ പ്ലാസ ഉണ്ട്. ടോൾ പ്ലാസയുടെ നമ്മളിപ്പോ അങ്ങോട്ട് എത്തും. 500 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നേരെ കാണാൻ മറ്റേ വല്ലാർവാടം മറ്റേ കണ്ടെയ്നർ ടെർമിനലിലോട്ട് ട്രെയിൻ പോണ അതിന്റെ റെയിൽ പാലോട്ടാ പൊക്കത്തൂടെ കാണുന്നത്. നേരെ കാണാണ് ടോൾ പ്ലാസ. കണ്ടെയ്നർ റോഡിലെ ടോൾ പ്ലാസ. ഓട്ടോന് ടോൾ കൊടുക്കണ്ട, നമുക്ക് സൈഡിൽ കൂടെ പോവാം. സമയം ഇപ്പൊ 8:15 കേട്ടോ. വർക്ക്ഷോപ്പിൽ അവരൊക്കെ വരുമ്പോ ഒരു 9:30-9:45 പിന്നെ ഞാൻ നേരത്തെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വണ്ടിയായിട്ട് തന്നെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് പോരാ, വണ്ടി ശരിയാക്കിയിട്ട് പോരാ. ചില ദിവസങ്ങളിൽ ഇന്നലത്തെ വണ്ടി കഴിഞ്ഞ ദിവസത്തെ വണ്ടികൾ തീരാതുണ്ടെങ്കിൽ അത് ശരിയാക്കിയിട്ട് നമ്മുടെ വണ്ടി ശരിയാക്കുള്ളൂ കേട്ടോ. ഒരുമാതിരിപ്പെട്ട ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയാം ഇത് ബെസ്റ്റ് വർക്ക്ഷോപ്പാണെന്ന്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും അവിടെ. അപ്പൊ രാവിലെ ചെല്ലണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒരു 10ാമത്തെ 11ാമത്തെ വണ്ടിക്ക് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ വൈകുന്നേരവും വീട്ടിൽ പോകുമ്പോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ തന്നെ പോകണം കേട്ടോ. ഇതിപ്പം മൂലമ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. മൂലമ്പള്ളി ഇവിടെ നിന്ന് ലെഫ്റ്റ് പോണത് മറ്റേ പീടലയിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് ഒരു വലിയ പാലമുണ്ട്. ആ പാലം കടന്ന് അപ്പുറത്തോട്ട് പിന്നെ ചെറിയ റോഡാണ്, വണ്ടിയൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുവഴി നമുക്ക് പിന്നെ ജങ്കാറേറി നമ്മുടെ കടമക്കുടിയിലോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഈ ഫ്രണ്ടിലുള്ള പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡിൽ തന്നെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. ഈ പാലത്തിനാണ് മറ്റേ എന്തോ അടിയിലെന്തോ തുരുമ്പൊക്കെ കയറിയെന്നാ എന്തോ തൂണിനെന്തോ തകരാറായെന്നൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ ഉണ്ടായിരുന്നത്. അത് ഈ പാലത്തിനാണ്. ഇപ്പം തൂണൊക്കെ മറ്റേ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹൈക്കോട്ടിൽ നിന്ന് വരുമ്പോൾ ആസ്റ്ററിൻ്റെ അങ്ങോട്ട് ഉള്ള പാലം കഴിഞ്ഞിട്ട് ഒരു പാലം കൂടെ കയറി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ചേരാനെല്ലൂർ സിഗ്നൽ എത്തുന്നതിന് മുമ്പുള്ള ലെഫ്റ്റിലോട്ടുള്ള സർവീസ് റോഡിലോട്ടാണ് നമുക്ക് കയറേണ്ടത്.
അപ്പോൾ ഇപ്പോൾ സർവീസ് റോഡിലോട്ട് കയറാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർവീസ് റോഡിലോട്ട് വണ്ടി അങ്ങോട്ട് കയറണേ. സർവീസ് റോഡിലോട്ട് കയറിയാൽ നമ്മൾ നേരെ തന്നെ പോകണം കേട്ടോ, ചേരാനെല്ലൂർ ഡയറക്ഷനിൽ. റോട്ടിൽ കൂടെ ചേരാനെല്ലൂർ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിയിലായിട്ട് ഒരു അണ്ടർപാസ് വരും. അവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്യണം. ചേരാനെല്ലൂർ ഫെറിയിലോട്ടുള്ള റോഡ്, ആ റോഡ് നേരെയാണ് നമുക്കിനി പോകേണ്ടത്. ചേരാനെല്ലൂർ ഫെറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അവിടുത്തെ ആ നേരെ റോഡിന് നടുക്ക് തന്നെ പള്ളി ഇട്ടാക്കാണ്ട്. അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. പള്ളിയിൽ പെരുന്നാളാന്ന് തോന്നുന്നു, അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിയുമ്പോൾ ഇവിടെ മറ്റേ ബസ്സൊക്കെ നിർത്തുന്ന ലാസ്റ്റ് സ്റ്റാൻഡ് പോലത്തെ സ്ഥലം, അവിടെ നിന്ന് പിന്നെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. നേരെ പോകരുത് കേട്ടോ, ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 100-150 മീറ്ററിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് എത്തും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ കോമ്പൗണ്ട് സൈഡ് വാളായി കാണുന്നത്. ഇവിടെ വണ്ടി നിർത്തണേണ്, ഷോപ്പ് തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൻ്റെ വണ്ടി നിർത്തിയിട്ട് വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലോട്ടുള്ള വ്യൂ ആണ് ഇത് കാണുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വർക്ക്ഷോപ്പ് തുറന്നപ്പോൾ വണ്ടിയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. ആ വണ്ടികളൊക്കെ ഇവിടെ കിടക്കണത്. നമ്മുടെ വർക്ക്ഷോപ്പിൽ ആശാമാർ വന്നിട്ട് അപ്പോൾ അവർ വണ്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ആ കാണുന്ന സാധനം പൊട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയണത്. അപ്പോൾ അത് മാറണം എന്നൊക്കെയാണ് അവർ പറയണത്. നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം പെട്ടെന്ന് അവർ ചെയ്തു തന്നിട്ടോ. ആദ്യം ചെന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തു തന്ന്. ഞാൻ കാണിച്ച ആ സ്ഥലത്ത് അത് പൊട്ടിയതായിരുന്നില്ല, അതിന്റെ ഒരു നട്ട് കഴിഞ്ഞ് പോയതായിരുന്നു. അപ്പൊ അവരപ്പം തന്നെ പെട്ടെന്ന് ശരിയാക്കി തന്നിട്ട് എൻ്റെ പൈസ ഒന്നും വേണമെന്ന് പറഞ്ഞു. എന്നാലും നമ്മളൊരു ചെറിയ എമൗണ്ട് അവരുടെ കയ്യിൽ പിടിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ പിയാഗ്യോന്റെ ഡീസൽ വണ്ടി, അതേപോലെ അതുൽ, ആൽഫ ഡീസൽ വണ്ടികൾ മാത്രം പണിയും. ആപ്പയുടെ ആണെങ്കിൽ നമ്മുടെ CNG വണ്ടിയും എല്ലാ മോഡലും പണിയും. പിന്നെ പിയാഗ്യോന്റെ തന്നെ ഒരു പോർട്ടർ എന്ന് പറഞ്ഞൊരു 4-വീലർ ട്രക്ക് ഉണ്ട്, അതും പണിയും അവിടെ. ആ വണ്ടി പണിയണ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ടും ചോദിച്ചിട്ടും പോയത്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ സ്പെയർ കിട്ടാനില്ല, അപ്പൊ ഒരു സ്പെയർ എടുത്ത് വെക്കാറില്ല. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിച്ചിട്ടൊക്കെ പോവാവുന്നതാണ്. നല്ല സർവീസ് ആട്ടോ അവരുടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് അവരെ പറ്റി പറയണത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യത്തില്ല ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടി മാത്രമുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. എന്റെ വണ്ടി ഇന്ന് കംപ്ലൈന്റ് ആയിരുന്നു. അത് നമ്മളവിടെ ചേരാനെല്ലൂർ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവർ പെട്ടെന്ന് ശരിയാക്കി തന്ന്. അണ്ട് എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ 2-3 ചെറിയ ട്രിപ്പൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ യൂബറിൽ ചെറിയ ട്രിപ്പൊക്കെ അടിച്ചാണ് വന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.